പ്രാക്ടീസ് ചെയ്യും. വിജയിക്കുന്നതും നോക്കുന്നതൊക്കെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. വിജയിക്കുന്നവർക്ക് ഇനി ഭാരവാഹികളാകാനുള്ള DHSC ഫസ്റ്റ് ഇയർ ASP ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് വെച്ച് ഈ സ്കൂളിൽ തന്നെ ഇനി ഉപരിപഠനം നടത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വലിയ രീതിയിൽ കാണാനെന്ന് പറയുമെങ്കിലും അത്യാവശ്യം പാട്ടൊക്കെ പാടും. വലിയ എനിക്ക് ആർട്സ് ക്ലബ് സെക്രട്ടറി ആവാനാണ് താല്പര്യം. എല്ലാവർക്കും ഒരേ പരിഗണന കൊടുത്ത് നല്ല രീതിയിൽ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വായിക്കാൻ സ്പോർട്സിന് ഭംഗിയോടെ വരുന്നത് ഞാൻ ഫസ്റ്റ് ഇയർ GDA ക്ലാസ്സിലാണ്. ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് സ്കൂളിൻ്റെ പോകുമ്പോൾ ക്ലാസ്സിൽ എല്ലാം. എൻ്റെ പേര് ദേവയാനി RP. ഞാൻ 6ലാണ് പഠിക്കുന്നത്. ഞാൻ വരുന്നത് ആനാക്കോട് ആണ്. എൻ്റെ പേര് ശ്രീഹരി PJ. ഞാൻ 6Bയിലാണ് പഠിക്കുന്നത്. എനിക്ക് സ്പോർട്സ് ലീഡറാവാനാണ് ഇഷ്ടം. എനിക്ക് സ്പോർട്സ് ലീഡറാവാനാണ് ഇഷ്ടം. എൻ്റെ പേര് സാന്ദ്രൻ സർ. 8Bയിലാണ് ഞാൻ വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ക്ലാസ് ലീഡർ. എനിക്ക് ഡാൻസ് ഞാൻ വരുന്നത് ആനയോട് ഫുട്ബോൾ കളിക്കാൻ സ്പോർട്സിനോട് ഞാൻ കള്ളിക്കാട് നിന്ന് വരുന്നത്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലുള്ളവരെല്ലാം കൂടെ എൻ്റെ ഫസ്റ്റ് ലീഡറാക്കി എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് ഞാൻ 9th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പന്നിയോട് നിന്നാണ് പറയുന്നത്. ഞാൻ വരുന്നത് കോഴിക്കോട് ചെറുതായിട്ടൊക്കെ സ്പോർട്സിൽ സ്കൂളൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നു. അപ്പോൾ ശ്രമിക്കും. എൻ്റെ വീട് കോവിൽപ്പുഴയാണ്. എനിക്ക് ഫസ്റ്റ് പീരീഡിൽ എല്ലാവരും കൊണ്ട് ലീവ് ആക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ താമസിക്കുന്നത് പന്നിയോടാണ്. ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. പത്തശ്രീ മലയാളം മീഡിയത്തിലാണ്. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ലീവ് സ്ഥാനം കിട്ടിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ സെക്രട്ടറി ആവാൻ, സ്കൂൾ സെക്രട്ടറി ആവാൻ ഒരവസരം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്.
നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്കൂളിൻ്റെ ഉന്നമനത്തിനും നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ ആദ്യവർഷ ഫ്ലോറിക്കൾച്ചർ വിദ്യാർത്ഥിയാണ്. എനിക്ക് ആഗ്രഹം ആദ്യം വേണ്ടത് ചെയർപേഴ്സണാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് തന്നെ തുടങ്ങി. ഒരു കുട്ടി തൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചു. അത് കണ്ട ആ കുട്ടിയുടെ അച്ഛൻ ആ കൊച്ചിന് കുറേ തന്നെ. എന്തിനാന്ന് വെച്ചപ്പോൾ ആ കുട്ടിയാണ് എൻ്റെ മുത്തശ്ശന് വേണ്ടി ഞാൻ പൂക്കൾ പറിക്കുന്നത്. അപ്പോൾ വീണ്ടും തന്നെ എന്തിനാന്ന് വെച്ചാൽ ആ അപ്പം തന്നെ ഒരു ദിവസം മരിച്ചു. ആ പിതാവ് ആ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ച് കല്ലറയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുട്ടിയുടെ മനം തോന്നുന്ന ചോദ്യം കേട്ട് അച്ഛന് ഉത്തരമില്ലാതെയാണ്. എന്തിനാണ് മരിക്കുമ്പോൾ പൂക്കൾ വയ്ക്കുന്നത്? ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ അപ്പന് പൂക്കൾ കൊടുക്കാൻ പോയപ്പോൾ അച്ഛൻ എന്നെ ഒരുപാട് തല്ലിയില്ലേ? എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ സ്നേഹങ്ങൾ? എന്നതുപോലെയാണ് നമ്മുടെ ഈ സ്കൂളിലുള്ള ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ അപ്പോൾ ചെയ്തു ഇപ്പോൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇപ്പം തെറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രതികരിക്കണം. അല്ലാതെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പ്രതികരിക്കും എന്ന് ഞാൻ പറയും. വിദ്യാർത്ഥിയാണ്. എനിക്ക് ഫസ്റ്റ് വരുന്നത് ചെയർപേഴ്സണാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തെറ്റ് എണ്ണ എന്തായാലും എത്തും. ഞാൻ ഒരു റെസ്ലറാണ്, പ്രൊഫഷണൽ റെസ്ലറാണ്. ഞാൻ സെക്കൻഡ് ഇയർ SCT ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്. എനിക്കിതിൽ നിന്ന് ഏത് സ്ഥാനമാണ് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ ഏത് എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കുമെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് 100% ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് കേൾക്കാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ത് വേണോ എൻ്റെ അടുത്ത് പറയാം. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ നേതാവായിട്ട് നിൽക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. എൻ്റെ ലാസ്റ്റ് ഇയറാണ്. എനിക്ക് മാക്സിമം ആയിട്ട് ഈ സ്കൂളിൽ ബെറ്റർ ഒരു സ്റ്റുഡൻറ്റ് ആവണമെന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ എനിക്ക് വേണം. താങ്ക് യു. സെക്കൻഡ് ഇയർ GDA ക്ലാസ്സിൽ നിന്നാണ്. എനിക്ക് പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലീഡറായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു ലീഡർ എന്തൊക്കെ കടമ എൻ്റെ അടുത്ത് എന്ത് വേണോ ആവശ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് എല്ലാം ചെയ്ത് എൻ്റെ പേര് കളിസാറിയാണ്. എനിക്ക് വായന ഇഷ്ടമുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സഹായിക്കണം. സ്ഥാനത്തേക്കാണ് നമ്മുടെ ഇലക്ഷൻ വരുന്നത്. VHSCയിൽ നിന്ന് ആൺകുട്ടിക്കാണ് പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഒന്നുകിലും കുട്ടിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു. അപ്പോൾ ഒരാൾ എന്നിട്ട് ഒരാൾ പിന്താങ്ങും. അങ്ങനെ ഒരാൾ നിർദ്ദേശിക്കുന്നു, ഒരാൾ പിന്താങ്ങും. അപ്പൊ ഒരാൾ എഴുന്നേറ്റ മാത്രം പോലെ അയാളുടെ പേര് ഒരാൾ നിർദ്ദേശിക്കണം, ഒരാൾ പിന്താങ്ങും. അങ്ങനെ രണ്ടുപേരുടെ സപ്പോർട്ട് വേണം. ശരി. അപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആൺകുട്ടികളുടെ VHSC ആൺകുട്ടികളുടെ പേര് നിർദ്ദേശിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. വേറൊരാൾ എഴുന്നേറ്റ് പറയണ ഞാൻ ഇയാളെ പിന്താങ്ങുന്നു. ഏത് സെക്ഷനിൽ നിന്നുള്ള കുട്ടികൾക്കും അത് പറയാം. പക്ഷെ ഒരിക്കൽ ഒരാളെ പിന്താങ്ങിയാൽ പിന്നെ വേറൊരാൾ പിന്താങ്ങാൻ പറ്റില്ല. ഒരാളെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ നിർദ്ദേശിക്കാൻ പറ്റില്ല. ഒരു ഇലക്ഷൻ ഒരു തസ്തികയിലോട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലേക്ക് പറ്റില്ല. ക്ലിയർ ആയില്ല? ശരി. അപ്പോൾ സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണും. എത്രയോ സ്ഥാനം ലിറ്റററി ക്ലബ്ബുണ്ട്, ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അപ്പൊ അതിനൊക്കെ ആൾക്കൊക്കെ ആവാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി എഴുന്നേറ്റ് മറ്റേ എഴുന്നേറ്റ് പേര് നിർദ്ദേശിക്കാം. ആദ്യത്തെ ഏതാണ് ചെയർപേഴ്സൺ നിർദ്ദേശിക്കുന്ന ആള് പേര് പറഞ്ഞു. അടുത്ത പ്രവർത്തനം അനിഷ്മ എസ് ഷാജി. അനിഷ്മ എസ് ഷാജി.